സുഹൃത്തുക്കളെ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച ആണല്ലോ. അതായത് വീഡിയോ എടുക്കുന്ന ശനിയാഴ്ച ആണ്. അപ്പം ശനിയാഴ്ച ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീക്കെൻഡ് പാർട്ടി ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുറച്ച് ബാച്ചിലേഴ്സ് ആയിട്ട് കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ മീനെല്ലാം പൊരിച്ച് തിന്നാന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മളിതെല്ലാം ഉണ്ടാക്കുന്ന ഒരു താത്ത ഉണ്ട്. മൂപ്പര് നന്നായിട്ട് കുക്ക് ചെയ്യും. മൂപ്പരുള്ളതുകൊണ്ടാണ് ഇവിടെ പട്ടിണി ഇല്ലാണ്ട് ജീവിച്ചു പോകുന്നത്. നല്ല മീൻകറി, പിന്നെ നല്ല ചോറ്, നല്ല ബിരിയാണി. ഇതൊന്നും ചിരിക്കൊന്നും ഇല്ലാത്തേറ്റാ ചിരിക്ക അപ്പുറത്തുനിന്ന്. താത്തേനെ ലാസ്റ്റ് കാണിക്കും. അങ്ങനെയൊന്നും പറയാൻ തന്നെ പാടില്ല. നമ്മളെ താത്തൊന്നും വിചാരിക്കല്ല ഈ വീഡിയോ ഞാനങ്ങനെ ആക്ഷനെല്ലാം കാണിച്ചിട്ട്. താത്ത കൽബാണ്, കരലാണ്. അപ്പോൾ നമ്മൾ മീൻ വാങ്ങാൻ പോകുന്നുണ്ട്. മീൻ വാങ്ങുന്ന രംഗം കാണിച്ചത് എന്റെ എടുത്ത മീൻ മാർക്കറ്റിങ് എടുക്കാം. നിങ്ങൾ വിചാരിക്കും ദുബൈക്കാരന്റെ ബമ്പളൊക്കെ എന്തിനാ തന്നെ. നിങ്ങള് മറ്റേ ദുബൈയിൽ അണ്ടിപ്പരിപ്പും മറ്റേ ടൈഗർ വാങ്ങും മാത്രല്ല, നല്ല മീൻ കിട്ടുമോ? നാട്ടില് കിട്ടുന്ന കുഞ്ഞിമത്തിയല്ലേ അവിടെ കിലോന് 5 ഉറുപ്പ്യക്കെല്ലാം അടിപൊളി. 5 ദിവസം വെച്ചാൽ 100 റുപ്യ, 120 റുപ്യ കിലോ. 1 കിലോ കുഞ്ഞിമത്തിക്കെല്ലാം 5 തരംസ്. അപ്പോൾ ക്ലിയർ ഇല്ല. ഞാൻ ഇപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. താത്താനെ കാണണമെങ്കിൽ ഫുൾ വീഡിയോ കാണണേ. എൻ്റെ മക്കളെ ഒന്നും പറയണ്ട. അതായത് ഫിഷ് മാർക്കറ്റിന്റെ പാർക്കിംഗ് ആണ്. ആ പാർക്കിങ്ങിൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല സുഗന്ധം, നല്ല മീനിന്റെ സുഗന്ധം. മീൻ നാറ്റെന്ന് പറയരുത്, നല്ല മീനിന്റെ സുഗന്ധം. അപ്പോൾ നല്ല മീനെല്ലാം മാറ്റിച്ചു. നല്ല എന്തെന്ന് അമൂർ തലക്കറിയും മീൻ പൊരിച്ചതും അങ്ങനെ എന്തെല്ലോ ആക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇതിലുള്ള ഒരാളെ റൂമിലായിരുന്നു പാർട്ടി. ആടെ സ്വിമ്മിംഗ് പൂളും അതും ഇതും എല്ലാ ഗുണത്തിലെ പരിപാടി എല്ലാം ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഇതാണ് ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴി. ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രോളിയും കൊണ്ട് ആള് വരണം വരും. ഇതെല്ലാം നമ്മളെ ഇന്നത്തെ ബാച്ചിലർ നമ്പർ 1 42 വയസ്സ്, ബാച്ചിലർ നമ്പർ 2 31 വയസ്സ്, 18 വയസ്സ് എനക്ക്. അതൊക്കെ അപ്പൊ ഇവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ് എടുക്കൂല കേട്ടോ മീൻ മാർക്കറ്റിൽ. അപ്പൊ നമ്മളെന്താക്കണോ, ആദ്യം ATM പോയിട്ട് കുറച്ച് പൈസയും കൊടുക്കണം. മൂപ്പരാണ് ഇന്നത്തെ സ്പോൺസർ. ഡമാക്കിന്റെ വലിയ കൊണാൻഡ്രാ. പാസ്വേഡ് എല്ലാം നോട്ടിൽ എഴുതി വെച്ചിന്. അത്രക്കും അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ ശരിയാ. ഡമാക്കിലെ കൊണാൻഡ്രാകുമ്പോ മില്യൺസ് അല്ലേ വരുന്നേ. മീന് ക്ലീൻ ആക്കുന്ന സ്ഥലം കേട്ടോ. അതിന് ആദ്യം നമ്മൾ മീൻ വാങ്ങണല്ലോ. അപ്പൊ നമ്മൾ ഇതിലൂടെയാണ് മീൻ വാങ്ങുന്നവരൊക്കെ പോവാന്. നേരെ കേര മക്കളെ, ഇതാണ് മീൻ മാർക്കറ്റ്. നിങ്ങൾ നോക്കിയാട്ടെ, ഇതൊരു സ്വർഗാണ്. മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു സ്വർഗ. നല്ല രസമില്ല കാണാൻ. ഇവിടെ വരുമ്പോ എന്തോ ഒരു പീസ്ഫുൾ മൈൻഡ് ആവും. മൊത്തത്തില് സെറ്റപ്പാ. ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. നല്ല അമൂറിന്റെ തല പോലെ മീനുണ്ട്. എന്ത് ലുക്കല്ലേ, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനമാണ്. നിങ്ങൾ ഇതിന്റെ മൊഞ്ച് നോക്കിയാട്ടെ, സെക്സി മീൻ. താത്താന്റെ ഇന്നത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്താ താത്താന്റെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. എക്സ്പെക്ടേഷന്റെ മേലെയായിരിക്കും താത്താന്റെ കുക്കിംഗ്. താത്താനെ ലാസ്റ്റ് കാണാനും മറക്കരുത്. താത്താന്റെ മെയിൻ ഫുഡ് കഴിക്കുന്ന ഇവനാണ്. ഇവനും താത്ത അങ്ങനെ എന്താ മോനെ പോലെയാ കാണുന്നത്. ആ ഒരു ഗ്യാപ്പ് എപ്പോഴും താത്ത വെക്കുന്നുണ്ട്. പക്ഷെ മൂപ്പർ അങ്ങനെയല്ല കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ മൊത്തത്തിൽ നമ്മളെ ഫിഷ് മാർക്കറ്റിന്റെ കാഴ്ച. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം പരിപാടി തീർന്നിട്ടുണ്ടാവും. നാട്ടിലുള്ള പോലെ തന്നെ കുറെ കൗണ്ടർ ഉണ്ടാവും. നല്ല അടിപൊളി മത്തിയതാ, നല്ല ചെറിയ മത്തിയതാ, പിന്നെ വലിയ വലിയ ഞണ്ടുണ്ട്, എല്ലാ മീനുണ്ട്. ഒരു മീൻ പ്രേമികള് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലില്ല അപ്പൊ ഇവിടെ കിടന്ന് ഉറങ്ങലായിരിക്കും. തളക്കളി ഈമാനുള്ള അയക്കൂറ നോക്കിയാ സെറ്റ്. ഇന്നത്തെ സ്പോൺസർ മീനെല്ലാം മാടിച്ചിട്ടില്ല പോകുന്നുണ്ട്. മീൻ വാങ്ങിയിട്ട് ഇവിടെയാണ് കട്ട് ചെയ്യാൻ കൊടുക്കേണ്ടത്. അപ്പൊ അത് കട്ട് ചെയ്യാൻ കൊടുക്കുന്നതാണ്. വൃത്തി നമുക്ക് എങ്ങനെയാണോ വേണ്ടുന്നത് അതുപോലെ കട്ട് ചെയ്ത് തരും. ഫ്രൈക്ക് വേണേ ഫ്രൈ, കറിക്ക് വേണേ കറി, എല്ലാം സെറ്റാ. ഇതാണ് ഉള്ളിലത്തെ കാഴ്ച. കട്ട് ചെയ്യുന്നുണ്ടോ ഫുൾ ആൾക്കാർ, ഇത് മൊത്തം കട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഫുള്ള്. അപ്പൊ നമ്മള് മീൻ വാങ്ങി കഴിഞ്ഞ് ഇനി ഇവിടെ ലുലു ഉണ്ട്. ഇവിടെ തന്നെ ലുലു ഉണ്ട്. ആ ലുലുവിൽ പോയിട്ട് കുറച്ച് ബാക്കിയുള്ള സാമഗ്രിക സാധനങ്ങൾ വാങ്ങും. അത് മേടിച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ മാളാണ് ഇത് കേട്ടാ. മീൻ മാർക്കറ്റ് മാത്രമല്ല, ഇവിടെയുള്ള ബാക്കിയുള്ള പരിപാടി എല്ലാം ഉണ്ട്. നിങ്ങളോട് ഈ മാർക്കറ്റിന്റെ പേര് പറയാൻ വന്നത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്. അതാണ് ഇതിന് പറയാൻ കേട്ടാ. ഓ നല്ല ലുലു. അപ്പൊ ഇത് നമ്മൾ യൂസഫ് ചാന്റെ ലുലുവിലേക്ക് പോവാണ്. ലുലുവിന്റെ എൻട്രി ഇങ്ങോട്ടാണ്. ഇവിടെ ഇങ്ങനെ പോവാ. യൂസഫ് ചാനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക എല്ലാ പരിപാടീസും ഇവിടെ ഉണ്ട് കേട്ടാ.
എല്ലാ സ്പൈസസും പിന്നെ ഓരോ കഫേയും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. റോസ്റ്ററീസും എല്ലാ സുനാപ്പി ഇവിടെ ഉണ്ട്. വെറും മീൻ മാർക്കറ്റ് മാത്രമല്ല, എല്ലാം അടങ്ങിയൊരു ഓൾ ഇൻ വൺ പ്ലേസ് ആണ്. ആദ്യമായിട്ട് തിരക്കില്ലാത്ത ലുലു ആണ്, വളരെ പീസ്ഫുൾ ലുലു. ഇതുകൊണ്ട് എന്ത് മൊഞ്ച ഇതെല്ലാം വെച്ചാണ് അല്ലേ. സോഫ്റ്റ് ഡ്രിങ്ക്സ് വീട്ടിലൊരു പരിപാടിയില്ല. ഫുഡ് കഴിച്ചിട്ട് ആരും തെറ്റ് ധരിച്ചിട്ടില്ല. ഇനി ഇതൊരു പറഞ്ഞോണ്ട് ഇനി ആൾക്കാർ തെറ്റായിരിക്കും. നല്ല സവാള, ഇതാ പച്ച പാകിസ്ഥാനികൾ അധികം ഉപയോഗിക്കാം. നല്ല മല്ലിച്ചപ്പ്, പുതിനച്ചപ്പിന്റെ എല്ലാം നല്ല പൂന്തോട്ടം പോലെ ഉണ്ട്. നല്ല ചീര നമ്മുടെ നാട്ടിലത്തെ. രാജ്യസ്നേഹം വീട്ടിലൊരു പരിപാടിയില്ല. ഇന്ത്യൻ്റെ നല്ല ഉള്ളി. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ഇവിടെ എത്തി, എന്നതിനും നമ്മളെ അപ്പാർട്ട്മെന്റിലെത്തി. നമ്മളിപ്പോൾ ഇതാ പൂളിലേക്ക് പോകുന്നതാണ്. ഇനി ഒരു 9 മണി വരെ ഒന്ന് പൂളിൽ തുള്ളി കളിച്ചിട്ട് ബാക്കി പരിപാടീസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ താത്ത ഇല്ല, താത്താൻ്റെ വലിയൊരു റിവ്യൂ ഉണ്ട്, അതിനാ ചെയ്യാം. ഇതാണ് നമ്മളെ മൊത്തം ദുബായ് KCB പണി. ദുബായ് ദേവയിൽ പണിയെടുക്കുന്ന നമ്മളെ സംഭവം ജൗഹർ ഫ്രം മലപ്പുറം. മലബാറ അവരെല്ലാം കുടുംബക്കാരാ. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് വീക്കെൻഡ്. ഇത് 39 വയസ്സുള്ള ബാച്ചിലർ. ഫ്രണ്ട് കാണിച്ചാ. നമ്മളെ താത്താന്റെ റിവീലിംഗ് ടൈമാണ് ഇത്. ഇനി ഞാൻ അധികം ദീർപ്പിക്കുന്നില്ല, നിങ്ങൾ എല്ലാരും താത്താനെ കാണിച്ചു തരാം. താത്ത ഇപ്പൊ പൂളിലുണ്ട്, ആദ്യം ഞാൻ നോക്കട്ടെ. ഇതാണ് നമ്മുടെ താത്ത. ഇതാണ് നമ്മുടെ താത്ത. അപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് കുക്കിംഗ് ആണുള്ളത്. എൻ്റെ മുടിയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇത് പൂളിൽ പോയിട്ട് ഫുൾ അലമ്പായിട്ടുള്ളത്. അപ്പോൾ സാഹിർ ഖാനെ പറ്റിയിട്ടുള്ള അനുഭൂതികൾ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ട്. ഇനി സാഹിർ ഖാനെ പറ്റിയുള്ള അനുഭൂതികൾ ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. മൂപ്പരുണ്ടാക്കുന്ന ഫുഡിങ്ങൊക്കെ മടുപ്പിച്ച് തരാനും കഴിയൂല, തിന്നിപ്പിക്കാനും കഴിയൂല. അപ്പോൾ മൂപ്പരുണ്ടാക്കുന്ന ഫുഡിൻ്റെ ആ ഒരു എന്താ പറയുന്നിപ്പം ആ ഒരു മൊഞ്ചു, ആ ഒരു ഈമാ തറവാടി ലുക്ക് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും സാഹിർ ഖാൻ്റെ കൈപുണ്യം. സാഹിർ ഖാനല്ല, താത്താൻ്റെ കൈപുണ്യം എത്രത്തോളം ഉണ്ട്. തുടങ്ങാണ് ഇന്ന് അമൂറിന്റെ തലക്കറി നല്ല അടിപൊളി അമൂറുണ്ട്. ഇതൊക്കെയാ നല്ല ഈമാനുള്ള അമൂറ്, കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അമൂറിന്റെ തലക്കറി അത് വെച്ചിട്ട് ഇനി വെന്ത് ഒതുങ്ങണം. ഇത് എത്ര സമയമായി എൻ്റെ പാപ്പാലി സോറി, ഇതാണ് നമ്മുടെ താത്ത കേട്ടാ. മൂപ്പരുണ്ടാക്കുന്ന ഫുഡ് പൊരക്കത്തിന് ശേഷം എനിക്ക് ദുബൈയിൽ നിന്ന് കിട്ടിയ ആകെ നമ്മളെ താത്താൻ്റെ ഫുഡാണ്. ആൾക്കാർ വിചാരിക്കൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, താത്താൻ്റെ ഫുഡ് ഞാൻ വീക്കെൻഡിലേ കഴിക്കലുള്ളൂ. പക്ഷെ താത്താൻ്റെ ഫുഡ് നിങ്ങൾക്ക് ശരിക്കും താത്താൻ്റെ ഫുഡിനെ പറ്റി അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കണം. ഓനാന്ന് ഡെയിലി താത്താൻ്റെ ഫുഡ് അടിക്കുന്ന ആള്. അപ്പൊ നമുക്ക് അത് ചോദിക്കാം, താത്താൻ്റെ ഫുഡ് ആരാന്നുള്ളത്. യെസ്, താത്താൻ്റെ ഫുഡിനെ പറ്റി എൻ്റെ അഭിപ്രായം. നല്ല ഫുഡാണ്, വളരെ നല്ലതാണ്. അത് ഞാൻ ദുബായിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫുള്ള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നരയിച്ച് ഒരാഴ്ച പോലും കഷ്ടപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് തള്ളി നീക്കിപ്പോയി. ഫസ്റ്റ് ആഴ്ച വീക്കെൻഡിൽ എന്നെ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി. പള്ളി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇക്കൻ്റെ റൂമിൽ ചെന്ന് അവിടെ ചെന്ന് സിമ്പിൾ ചോറും കറിയും മീൻകറിയും തോരനും മോരുകറി മീൻകറി തോരൻ കഴിച്ചപ്പോഴല്ലോ ആ വീട്ടിൽ കഴിച്ച ആ ഒരു അനുഭൂതി, അന്ന് കിട്ടിയ അനുഭൂതി. പിന്നെ എല്ലാ വീക്കെൻഡും ഞാൻ ഇക്കട അവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് അന്നേരം തോന്നിന ഈ താത്താനൊന്ന് ഭാര്യയെ കിട്ടിയിട്ടുണ്ട് എന്തല്ലേ? അല്ലാ, അതായത് ഒരു പഴയൊരു ചൊല്ലുണ്ട്, ഹൃദയത്തിലേക്കുള്ള വഴി വായിൽ കൂടെയാണെന്ന്. ഇക്കൻ്റെ ഹൃദയത്തിലേക്ക് താത്തൻ്റെ ഹൃദയത്തിലേക്ക് കവർന്ന് കളഞ്ഞു. മൂട്ട് കളയല്ലല്ലയാ. ഞാൻ ദുബായിൽ വന്നിട്ട് രണ്ട് റെസ്റ്റോറൻ്റ് ഉള്ളു നമ്മളെ ഇതിൽ പെട്ട്. ഒന്ന് കറിപ്പോട്ട്,
ഒന്ന് കറിച്ചട്ടി, ഇങ്ങനെ 2 റെസ്റ്റോറൻറ്റ് നമുക്കുള്ളത്. ഓക്കെ, അല്ല അത് നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യും. പക്ഷേ അല്ല ഉള്ള കാര്യങ്ങൾ സിൻസിയറായി പറയും. ഇന്നലെ റോമിയോ ഒന്ന് ഫുഡ് കഴിച്ചാൽ അതിന് മോശമായിട്ട് എന്തെങ്കിലും പറയാവുന്ന ഒന്നുമില്ലല്ലോ. 2 റെസ്റ്റോറൻറ്റ്, ഒന്ന് കറിപ്പോട്ട്, ഒന്ന് കറിച്ചട്ടി. ഇതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത്. നല്ല ഫുഡാണ്. ഞാൻ അവിടെ നിന്ന് കഴിക്കില്ല. പിന്നെ അതിന് പുറമെ ഞാൻ കഴിക്കാന്ന് വെച്ചാൽ എൻ്റെ ചായക്കാട് നിന്ന് കഴിക്കുള്ളൂ. ഇതല്ലേ തോൻ പറഞ്ഞ ഇങ്ങനെ എല്ലാവർക്കും അറിയാൻ നിൽക്കുക. ഇവിടെ കാക്കരിക്കും വെച്ച് ചിലക്കണ്ട. 16 കൊല്ലായി ഇവിടെ. ഞാണ്ട് പറയൂ ഓക്കെ കട്ട്. അപ്പം നമ്മുടെ താത്ത ഇതാ തക്കാളി അരിയാൻ പോവുകയാണ്. താത്തയുടെ സ്ലോ മോഷൻ വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. താത്തയുടെ സ്ലോ മോഷനുള്ളിൽ എന്നാ ഒരു നല്ലൊരു BGM ഉണ്ട് സെറ്റ് ചെയ്ത്. നിങ്ങളെല്ലാവരും മത്തീൻ്റെ അണർ കഴിച്ചിട്ടുണ്ടാവും, ഐലൻഡ് അണർ കഴിച്ചിട്ടുണ്ടാവും. താത്ത അടിച്ച് പൊട്ടിക്കുന്നു. നിങ്ങൾ പണ്ട് മറ്റേ സൈക്കോ കില്ലറേനു. നിങ്ങൾക്ക് ഈ തലയോട്ടി പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ കിക്ക് കിട്ടുന്നുണ്ടല്ലേ. ഇതിങ്ങനെ എടുക്കുക പൊട്ടിക്കുക എന്താ ചെയ്യാ. നല്ല ഈമാനുള്ള അയക്കൂറ കേട്ടോ. നല്ല രസമാണ്, നല്ല മൊഞ്ചുണ്ടാണ്. നേരിട്ട് നോക്കി താത്തയും താത്തന്റെ മാനേജറും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് പരിപാടി അയക്കൂറനെ കുളിപ്പിക്കാം. ഇതാണ് നമ്മളെ പൊന്നാനിന്ന് വന്നതാണ്. പൊന്നാനിന്ന് തലശ്ശേരി വഴി അതിലിവർ കണ്ടിന് കേടുന്ന വന്നേ. അല്ല താത്ത പ്രേക്ഷകരോട് താത്തക്ക് ഇഷ്ടപ്പെടാ. താത്തന്റെ ഭർത്താവ് ക്യാമറക്ക് മുന്നിൽ വരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. ടോക്സിക് ഭർത്താവാ. അതികൂടെ ബാബുക്കാക്ക് 70 Pro ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞു. എത്ര GB കൂടി പറഞ്ഞോളൂ. എത്ര GB കൂടി പറഞ്ഞോളൂ. ഇതാ നമ്മൾ ഇന്നത്തെ സ്പോൺസർ ഡമാക്കിന്റെ കൊണാണ്ടർ. ഇത് ഡമാക്കിന്റെ ആണ്. നല്ലല്ലേ നിങ്ങൾക്ക് സെയിൽസ് എല്ലാം വന്നാലോ. അത് മാത്രല്ല ഇത് കാണുന്ന ആളല്ലേ KCB, ദുബായ് KCBന്റെ വലിയ ആളാ ഇത് നമ്മള് വലിയ എഡിറ്ററാണെന്ന പിന്നെ മൂപ്പർ എന്നോട് പറഞ്ഞത്. കറക്റ്റ് അറിയില്ല, പരിചയപ്പെടാൻ മറന്നുപോയി. കുറച്ച് മിനിറ്റ് പറഞ്ഞുതരാം. വിജി ഭായ് എന്റെ ആരാധകരോട് ഹായ് പറ. ഇതാണ് അബ്ദു, പോർച്ചുഗലിന്റെ അടുത്ത വലിയ പ്ലെയറാ. ഇതേതാ ഫിഷ് കൂടി പറഞ്ഞു. അമൂറിന്റെ തല, തലക്കറിയും വേറൊന്നുമില്ല. അല്ല അയക്കൂറ കിങ്ഫിഷ് ആണ് നമ്മളെ പ്രേക്ഷകർക്ക് അറിയാം. അല്ല വിദ്യാഭ്യാസമുള്ള പ്രേക്ഷകർ നമ്മളെ. അത് ശരിയാ. അല്ല അയക്കൂറ തന്നെയാ. കേരളത്തിന്റെ പല സ്റ്റേറ്റിലേക്ക് പോകുന്നില്ലേ. ഒരു അർജന്റീനക്കാരനോടോ അല്ലെങ്കിൽ ബ്രസീലിനോടോ കിങ്ഫിഷ് എന്ന് പറയോ. പക്ഷെ നമ്മളെ പ്രേക്ഷകർ നമ്മളെ തിണ്ടുമ്പലി സ്കൂളിൽ പഠിച്ച ആൾക്കാരാ. അപ്പൊ ഇതാണ് നമ്മളെ ഈ താത്താന്റെ നല്ല അയക്കൂറ വരച്ച്. താത്ത ഇവിടെ ഉണ്ട്, എല്ലാം സെറ്റായി, ഫുഡ് റെഡിയായി. അപ്പൊ കഴിഞ്ഞ് നമ്മളെ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ്. അപ്പൊ നമ്മളെ മീൻ പൊരിച്ച് അയക്കഴിഞ്ഞ് ഇനി നമ്മൾ മെല്ലെ ഫുഡ് കഴിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും നന്ദി. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ശരി, എന്നാ അടുത്ത വ്ളോഗ് കാണാം.